ഗായ്സ്, അപ്പോൾ ഞാൻ ഇന്ന് വേറൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. കുറേ നാളായി ഞാൻ ലോങ് വീഡിയോ ഒക്കെ ചെയ്തിട്ട്. അപ്പോൾ ഞാനൊരു 2 മാസം വീട്ടിലിരുന്നതിന് ശേഷം ചക്കപ്പൂത്ത് പോലെ ഗൈസ് നല്ലോണം മണ്ണൊക്കെ വെച്ച് അതിൻ്റെ ഒരു ചെറിയൊരു വിഷമം, ചെറിയൊരു അത്യാവശ്യം നല്ല വിഷമമുണ്ട്. പക്ഷെ എന്നാലും ഞാനത് മൈൻഡ് ചെയ്യുന്നില്ല. എനിക്ക് വ്ലോഗ് എടുക്കണം. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ അമ്മയുടെ കോടതിയിലാണ് നിൽക്കുന്നത്. അമ്മ വർക്ക് ചെയ്യുന്ന എവിടെയാണ്, കോർട്ടിൽ. അപ്പോൾ അവർ സ്റ്റാഫ്സ് എല്ലാവരും കൂടി, അമ്മയും എല്ലാവരും കൂടി മറ്റേ നമ്മുടെ ആലപ്പുഴ ഇതില്ലേ ബോട്ടിങ്, അവിടെ പോവുകയാണ് നമ്മൾ. അപ്പോൾ അവിടെ ആലപ്പുഴയിൽ നമ്മൾ ആലപ്പുഴ വരെ ട്രാവലറിന് പോയിട്ട് അവിടെ നിന്ന് നമ്മൾ പോവും. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ ഞാൻ വഴി അവിടെ ചെന്നിട്ട് പറയാം. എവിടെ നിന്ന് വരെയാണ് പോണേന്നൊക്കെ ഞാൻ പറയാം കറക്റ്റായിട്ട്. ഇപ്പോൾ എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ട്. അപ്പോൾ വേറെ വണ്ടിച്ചേട്ടൻ്റെ അടുത്ത് ചോദിച്ചിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറയാം. അപ്പോൾ സീ യു ഗൈസ്, അവിടെ പോയിട്ട് കാണാം. ബൈ ഗൈസ്. അപ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ പാട്ടൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ചെറുതായിട്ടൊന്ന് ഓണായി തുടങ്ങി പാട്ടൊക്കെ കേട്ടപ്പോൾ. അപ്പോൾ ഞാനും വിചാരിച്ചെങ്കിൽ വീഡിയോസൊക്കെ എടുത്ത് തുടങ്ങാമെന്നും പറഞ്ഞിട്ട് ഇങ്ങനെ എടുക്കുകയായിരുന്നു. എല്ലാവരും ഞാൻ പിന്നെ അങ്ങനെ എനിക്ക് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ പെട്ടെന്നൊന്നും ഇരിക്കത്തില്ല. അപ്പോൾ പിന്നെ പിള്ളേരും ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്കങ്ങനെ ബോറടിക്കത്തില്ലല്ലോ. അപ്പം ഞാനിപ്പോൾ ഇങ്ങനെ പിള്ളേരൊക്കെ ആയിട്ട് ഇങ്ങനെ ചുമ്മാ അങ്ങനെ കളിച്ച് ഇതാക്കി അവരുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലുമൊക്കെ ടൈം പോക്കോളും, രസമാണ്. അപ്പോൾ അങ്ങനെ ഇങ്ങനെ നടക്കുകയായിരുന്നു. പിന്നെ ഇവരൊക്കെ ഭയങ്കര ഡാൻസ് ആയിരുന്നു കേട്ടോ. ഇവരൊക്കെ ഭയങ്കര ആക്റ്റീവായിരുന്നു എല്ലാവരും. അപ്പോൾ ആങ്കിള് കളിക്കുന്നതെന്ന് പറയണത് എൻ്റെ അമ്മയുടെ കോളേജിൽ ഇതുപോലെ വേറൊരു സ്റ്റാഫായ ഒരു ചേച്ചിയുടെ മോളാണ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ കുറേ പേര് കളിക്കുന്നുണ്ട്, കുറേ പേര് ഇങ്ങനെ വണ്ടിയിൽ ഇരുന്ന് ആസ്വദിക്കുന്നു. ഗൈസ്, അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഫുഡ് കഴിക്കാൻ അതിന് മുമ്പായിട്ട് വാഷ്റൂമിൽ പോകേണ്ടവർക്ക് വാഷ്റൂമിൽ പോകാൻ ഇവിടെ പെട്രോൾ പമ്പിൽ ഏതൊരു പെട്രോൾ പമ്പ് സ്ഥലം എവിടെയാണെന്ന് ഞാൻ മറന്നുപോയി ഗൈസ്, ഞാൻ പിന്നെ പറയാം. അപ്പോൾ അതിന് ശേഷം ഇവിടെ എവിടെയെങ്കിലും സ്ഥലം ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് ഫുഡും കഴിച്ചിട്ട് നമ്മൾ പോവും. ആക്ച്വലി എനിക്ക് നേരത്തെ വണ്ടി കയറുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. എൻ്റെ ഫോൺ ചാർജിലായിരുന്നു. എൻ്റെ ഫോൺ വണ്ടി കയറിയപ്പോൾ തന്നെ ചാർജിലിട്ടേക്കായിരുന്നു. ഞാൻ വീട്ടിൽ വെച്ച് ചാർജിലിട്ടതാണ്, പക്ഷേ കണക്ടർ ലൂസ് കോണ്ടാക്റ്റ് ആയിരുന്നു. അപ്പോൾ എനിക്ക് ഇതാക്കാൻ പറ്റിയില്ല. അപ്പം ബാക്കി എടുത്തു. എന്നിട്ട് ലൂസ് കോണ്ടാക്റ്റായിട്ട് ഒരു വണ്ടി അങ്ങ് ഇടിക്കാൻ പോയി ഗൈസ്. അതാണ് ഞാൻ പെട്ടെന്ന് മാറിയത്. വീഡിയോ കട്ടായിപ്പോയി. എന്നിട്ട് ഫോൺ അങ്ങനെ ചാർജിൽ 20% ഉണ്ടായിരുന്നുള്ളൂ. അത് പോയി ചാർജിലിട്ട് ഇപ്പോഴാണ് എനിക്ക് ഫോൺ ഫുൾ ചാർജായി കിട്ടിയത്. ഇനി തൊട്ട് ഞാൻ ഫുൾ വീഡിയോ എടുക്കുന്നതായിരിക്കും പറ്റുന്ന പോലെ. മഴയൊക്കെ ആയതുകൊണ്ട് ഫുൾ ശോകം ഗൈസ്. എന്നാലും കുഴപ്പമില്ല, നമ്മളുള്ളത് കൊണ്ട് വേണം എന്നൊക്കെ പറയുമല്ലോ. നമുക്ക് മാക്സിമം എൻജോയ് ചെയ്യാൻ, വല്ലപ്പോഴും കിട്ടുന്ന അവസരം നമ്മൾ മിസ് ചെയ്യാൻ പാടില്ലല്ലോ. ഇതാണ് ഗൈസ് നമ്മൾ വന്ന വണ്ടി. ഇവിടെ നമ്മൾ പെട്രോൾ പമ്പിൽ കണ്ടോ, പെട്രോൾ പമ്പിലൂടെ നിൽക്കുകയാണ്. കുറേ പേരോട് വെയിറ്റ് ചെയ്യുന്നു. എന്താണ് ഫുഡ്? വെള്ളയപ്പം പറ. വെള്ളയപ്പം കുറുമ സ്റ്റൂ. ഓക്കെ, സ്റ്റൂ ആണ്. ഓക്കെ, ബ്രേക്ക്ഫാസ്റ്റ് വെള്ളയപ്പം സ്റ്റൂ ആണ്. അപ്പം ഞാൻ പോയിട്ട് കഴിച്ചിട്ട് വരാം കേട്ടോ. ഇല്ലെങ്കിൽ എടുക്കാൻ പറ്റില്ല വീഡിയോ. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ പോകുകയാണ് ഗൈസ്. നമ്മൾ ആലപ്പുഴയിലേക്ക് പോകുന്നു. നമ്മൾ ഹൗസ് ബോട്ടിൽ കയറാനുള്ള യാത്രയിലാണ് ഗൈസ്. ഇവിടെ എല്ലാവരും പാട്ട് പാടുന്നു. ഫുഡ് കഴിച്ചതിന് ശേഷം ആർക്കും ഡാൻസ് കളിക്കാൻ വലിയ മൂടില്ല. സോ പാട്ടൊക്കെ പാടി എല്ലാവരും ഭയങ്കര എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പാട്ട് പാടി വീട്ടിലുള്ളവരെ ഓടിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ പാടുന്നില്ല. സോ കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ അത് നിർബന്ധിച്ചാൽ ഞാൻ പാടും. നമ്മൾ നിർബന്ധിച്ചാൽ പാടിയില്ലെങ്കിൽ മോശമല്ല, ജാടിയിടാൻ പാടില്ലല്ലോ. അപ്പോൾ അറിയില്ല, അങ്ങനെ ഇവിടെ ഇരിക്കുകയാണ്. അപ്പോൾ പിന്നെ കാണാം ഗൈസ്. ബൈ. ഇവിടെ എല്ലാവരും ഭയങ്കര പാട്ടും ബഹളമൊക്കെ തുടങ്ങിയിട്ട് എല്ലാവരും അതിനൊപ്പം ഭയങ്കര ഡാൻസൊക്കെ കളിക്കുന്നുണ്ട്. ചിലവർ പാട്ടിനൊപ്പമായിട്ട്. അതുകൊണ്ട് നമ്മൾ ഡാൻസ് തുടങ്ങി. പാട്ടൊക്കെ മാറ്റി വെച്ച് ഭയങ്കര ഞങ്ങൾ പൊളിച്ചടുക്കിയിട്ടോ. ഡാൻസൊക്കെ കളിച്ച ഒരക്ഷയില്ല. എല്ലാവരും നല്ല വൈബായിരുന്നു. അപ്പോൾ അതുകൊണ്ട് സീനൊന്നും ഉണ്ടായിരുന്നില്ല. ആർക്കും അങ്ങനെ മടിയൊന്നും ഉണ്ടായിരുന്നില്ല കളിക്കാനായിട്ട്. അതുകൊണ്ട് അപ്പോൾ നമ്മളങ്ങനെ അടിച്ച് പൊളിച്ചങ്ങോട്ട് പകർത്ത്. അതിൻ്റെ ഇടയിൽ എനിക്കൊരു അങ്കിളുടെ ഗ്ലാസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ഗ്ലാസ് വെച്ച് ഫുൾ പ്രഹസനമായിരുന്നു ഗൈസിൻ്റെ. അതാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ.
അപ്പോൾ നമ്മളിപ്പോൾ ആലപ്പുഴയിലെത്തി. ആലപ്പുഴയിലെത്തിയിട്ട് നമുക്കിനി ബോട്ടിൽ കയറണം. ആകെ ബസ്സിലിരുന്ന് വേർത്ത് കുളിച്ച് ആകെ മുടിയൊക്കെ പട്ടിക്കോലമായി. എൻ്റെ കയ്യിൽ ചാർജറും ഷിപ്പൊക്കെ ഉണ്ട്, പക്ഷെ ഞാനതൊന്നും കാണിക്കുന്നില്ല. വെറുതെ എന്തിനാ അതുകൊണ്ടാണ് ഈ കൈ കാണിക്കാത്ത. അപ്പോൾ എൻ്റെ ബാക്കിൽ ഇതെൻ്റെ അനിയത്തിയുടെ ഫ്രണ്ട്. പിന്നെ നമ്മൾ കാണിച്ചു തരാം. ഞങ്ങളിപ്പോൾ ബോട്ടിൽ കയറാൻ പോവാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ കാണിച്ചു തരാം കേട്ടോ. ഇപ്പം ഞാനിപ്പോൾ ഇവിടെ വീണേനെ, വെള്ളത്തിൽ വീണേനെ ഗൈസ്. ഭാഗ്യത്തിന് വീണില്ല, ഭാഗ്യം ഞാൻ കാണിച്ചു തരാം. ഗൈസ് നോക്കൂ, സോ മെനി ബോട്ട്സ് ഗൈസ്. നോക്കൂ, ഏത് ബോട്ടിലാണ് കയറാൻ പോകണമെന്ന് എനിക്കറിയില്ല. നമുക്ക് നോക്കാം. ഇതൊക്കെ എൻ്റെ ഒപ്പം കൂടെ വന്ന ആൾക്കാരാണ്. അതിൽ കയറ്. ഓ മൈ ഗോഡ്, വീഴോ? ഇല്ല. ഓക്കേ, ഇതിലേത് അതിന് നടക്കൂ, സ്പീഡിൽ നടക്കൂ, കമോൺ. ഞാൻ വെയിൽ സൺസ്ക്രീനൊന്നും ഇട്ടില്ല ഗൈസ്. ഇന്ന് എന്തായാലും കരിപ്പെട്ടി ആവാനുള്ളതാണ്. വീട്ടിൽ പോയിട്ട് ബാക്കി നോക്കാം. എന്തായാലും കരിപ്പെട്ടി ആയിരിക്കും. ഇവിടെ ഉള്ളവർക്ക് തന്നെ, കൂടെ വന്നവർക്ക് തന്നെ കൺഫ്യൂഷനാണ് ഗൈസ്, നമ്മൾ ഏത് ബോട്ടിൽ കയറണമെന്ന്. മിക്കവാറും കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ഏതെങ്കിലും ബോട്ട് ഇവർ തീരുമാനിക്കുമ്പോൾ കയറാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അയ്യോ, ഭയങ്കര ചൂട് ഗൈസ്. ചൂടെടുത്ത് നല്ല പട്ടിക്കൊലം. ഇതാണ് ഗൈസ് രശ്മേണ്ടി മക്കളൊന്നും കൊണ്ടുപോകാൻ ഒറ്റയ്ക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഗൈസ് എനിക്ക് കൊടയില്ല ഗൈസ്. ആ ഓക്കെ, കിട്ടി ഗൈസ്, കൊട കിട്ടി ഗൈസ്. കളർഫുൾ ആയിട്ടുള്ള കൊട കിട്ടി. ഇതെന്താ ഇതാണ് ഗൈസ് സന്ധ്യ ആൻറ്റി. എവിടെ? ആ, സന്ധ്യ ആൻറ്റി ഡാൻസ് കളിച്ച് തളർന്ന് അവശതയായി. സോറി ഗൈസ്, വഴി മാറിപ്പോയി. ഹായ്. അയ്യോ സോറി. ഹായ് പറയൂ. അങ്ങളുടെ പേരെന്താ? ഓക്കെ, അങ്കിൾ ഭയങ്കര ഡാൻസറാണ് ഗൈസ്. ബോട്ട് കാണിക്കാം ഗൈസ്. ഈ ബോട്ടിലാണ് നമ്മൾ കയറാൻ പോണത്. ആ ഓക്കെ, ഈ ബോട്ടിലല്ല, ഇതിന്റെ പുറകിലെ ബോട്ടിലാണ് കയറാൻ പോണത്. അമ്മേ, ആ അപ്പോൾ നമ്മൾ ബോട്ടിൽ കയറാൻ പോണു ഗൈസ്. ഈ ബോട്ടിലല്ല, ബോട്ടിൽ കയറി ഇനി അപ്പുറത്ത് നമ്മൾ പോകുന്നതായിരിക്കും. ലെറ്റ്സ് സീ. നോക്കൂ ഗൈസ്, വ്യൂ ഇവിടെയൊക്കെ ബെഡ്റൂം ഉണ്ട്, വ്യൂ ഉണ്ട്. അമ്മേക്കോ, ഇവിടെ ഒരു കിച്ചൺ. ഓ, ഈ ബോട്ടിലാണ് നമ്മളിപ്പോൾ കയറുന്നത് ഗൈസ്. അയ്യോ ഗൈസ്, അവിടെ ആ ഒരു ഗ്യാപ്പ് ഉണ്ടായതുകൊണ്ട് പേടിയായതുകൊണ്ട് ഞാൻ എടുത്തില്ല ഗൈസ്. അങ്ങനെ നമ്മൾ ബോട്ടിൽ കയറി. നോക്കൂ ഗൈസ്, വ്യൂ നോക്കൂ. വാവ്, സൂപ്പർ. ഞാൻ ഇവിടെ ഒന്ന് ഗസ്റ്റ് കാണിച്ചു തരാം ഗൈസ്. വാവ്. ഓക്കെ, ഉറങ്ങാൻ പോകണോ ഗൈസ്? അടിപൊളി ഗൈസ്. ഹായ്. എല്ലാരും വിശ്രമിക്കണോ? എല്ലാരും കിടന്ന് ഉറങ്ങാൻ പോവേണോ? റൂമിൽ കയറി ഇരുന്നിട്ട് കൊള്ളാം. വാ, ഇവിടെ ഒരു കിച്ചൺ ഉണ്ട് ഗൈസ്, നല്ല മണം ഗൈസ്. അപ്പം നമ്മൾ ബോട്ടിൻ്റെ ഉള്ളിൽ കൂടെ നടക്കുകയാണ്. കാണിച്ചു തരാം ഗൈസ്. അപ്പം ഞാൻ സ്റ്റെപ്പിൽ കയറി മോളിൽ പോവാണ് ഗൈസ്. നമുക്ക് മോളിൽ എങ്ങനെയുണ്ടെന്ന് കാണാം. കൊള്ളാം. എൻ്റെ അമ്മ മാത്രം ചെരുപ്പിട്ടിരിക്കുകയാണ് ഗൈസ്. നോക്കൂ, എല്ലാവരും അറിയട്ടെ. നോക്കൂ ഗൈസ്, വ്യൂ കണ്ടോ? അടിപൊളി, നൈസ്. യാ, വിദൂരതയിലേക്ക് നോക്കി നിന്നു ഗായ്സ്. അപ്പോൾ
നമ്മൾ പറഞ്ഞ പോലെ ബോട്ടിലൊക്കെ കയറി ഇവിടെ എല്ലാവരും മുടി കെട്ടുന്നു, മുടിയിരുന്നു, കണ്ണെഴുതുന്നു, അതിൻ്റെയൊക്കെ തിരക്കിലാണ്. അപ്പോൾ എൻ്റെ ഐലൈനർ മുകളിലായിരുന്നു അമ്മയുടെ അടുത്ത്. അപ്പം മടി കാരണം ഞാനിവിടെ ഒരു ആൻറ്റിയുടെ അടുത്ത് ബ്ലൂ കളർ ഐലൈനർ ഉണ്ടായിരുന്നു. ഞാനത് ജസ്റ്റ് ട്രൈ ചെയ്തു. നല്ല വിജനിപ്പിച്ച കോലം, നല്ല പട്ടിക്കോലമായി, പട്ടി ഷോ ആയെന്ന് തോന്നുന്നുണ്ട്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഗൈസ്? എനിക്കറിയാൻ പാടില്ല. കണ്ണൊക്കെ ഒരുമാതിരി ഇരിക്കുന്നുണ്ട്. കുഴപ്പമില്ല, ഒരു ചേഞ്ച് ആരും ആഗ്രഹിക്കാത്ത. അപ്പം ഞാനപ്പോൾ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ വൈബ് ചെയ്യായിരുന്നു. ഇവിടെ കുറേ റൂംസ് ഉണ്ട്, നല്ല രസമുണ്ട്, അടിപൊളി, കൊള്ളാം. വേറെ ബോട്ട്സ്, ഇവിടെ കുറേ ബോട്ട്സ് വേറെ ഉണ്ട്, കൊള്ളാം ഗൈസ്. ഞാൻ ഇപ്പോൾ റൂം കാണിച്ചു തരാം. ഗൈസ് നോക്കൂ, കണ്ടോ? ഇതൊരു റൂമാണ് ഗൈസ്. ഇവിടെ ഒരു മിറർ ഉണ്ട്. ഇതുപോലെ കുറേ റൂംസ് ഉണ്ട്. ഇപ്പുറത്തുണ്ട്. എല്ലാവരും ബിസിയാണ് ഗൈസ്. എവറിബഡി ഈസ് വൈബിങ്. സി, എവറിബഡി ഈസ് വൈബിങ്. അപ്പം ഞാൻ മൂളി പോവാണ്. അമ്മയ്ക്കൊരു ഫോട്ടോ എടുത്ത് കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ മൂളി പോയി ഫോട്ടോ എടുത്ത് കൊടുത്തിട്ട് നമുക്ക് പിന്നെ കാണാൻ. പോട്ടെ അമ്മ ഗൈസ്, അമ്മ വിളിക്കുന്നുണ്ട്, ഫോട്ടോ എടുക്കട്ടെ കേട്ടോ, പിന്നെ കാണാം ഗൈസ്. അപ്പോൾ നമുക്ക് വെൽക്കം ഡ്രിങ്ക് ആയിട്ട് അവർ ലെമൺ ജ്യൂസാന്ന് തോന്നുന്നു, മണം കേട്ടിട്ട് അവർ തന്നു. അപ്പം ഞാൻ കുടിച്ചു നോക്കട്ടെ. ആ, കൊള്ളാം. ഉപ്പും മധുരവും രണ്ടും ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു ഒരു രസമുണ്ട് ഗൈസ്. എനിക്ക് എൻ്റെ കണ്ണിട്ട് പേടിയാണ്. ഞാൻ പോയിട്ട് ഇത് മാറ്റിയിട്ട് വരാം. അപ്പോൾ കണ്ണെഴുതാൻ പോയപ്പോഴാണ് അവിടെ എല്ലാവരും കൂടി ഇങ്ങനെ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി ഇരിക്കുന്നത് കണ്ടത്. അപ്പോൾ പിന്നെ ഞാൻ അതിന് ശേഷമാണ് കണ്ണെഴുതാൻ പോയത്. അപ്പോൾ നമ്മൾ 2 അങ്കിളുടെ ബർത്ത്ഡേ ഉണ്ടായിരുന്നു. അപ്പോൾ 2 അങ്കിൾമാരും പിന്നെ ആ കൊച്ചും കൂടി എല്ലാം കൂടി കേക്ക് കട്ട് ചെയ്തു. നമ്മൾ കേക്ക് എല്ലാവരും കഴിച്ചു ഗൈസ്. അപ്പോൾ നമ്മൾ ബോട്ടിൽ പൊക്കോണ്ടിരിക്കുകയാണ്. കയറ് അപ്പോൾ ബോട്ടിൽ പൊക്കോണ്ട് നല്ല കാറ്റുണ്ട് ഗൈസ്. സോ നൈസ്. ഈ കയർ എന്നെ കൊണ്ട് പോകുമെന്ന് തോന്നുന്നുണ്ട്. ഞാൻ എൻ്റെ നീലക്കണ്ണുകൾ കറുപ്പ് കണ്ണാക്കിയിട്ടുണ്ട് ഗൈസ്. ഇപ്പോൾ വൃത്തിയായിട്ട് തോന്നുന്നില്ല എന്ന് വിശ്വസിക്കുന്നു. ഉള്ള വൃത്തിയായിട്ട് എന്തായാലും ഉണ്ട്, ഒന്നും ചെയ്യാൻ പറ്റില്ല. ഓക്കെ നൈസ്. ഇവിടെ പാട്ട് മത്സരം അതൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അതിൻ്റെ ഞാൻ പറഞ്ഞ കേൾക്കാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല. ഞാൻ വ്യൂ കാണിച്ചു തരാം കേട്ടോ, നല്ല രസമുണ്ട്. വ്യൂ കാണിച്ചു തരാം. ഒരു മത്സരം അല്ലെങ്കിൽ ഒരു ഭക്തിയാണ് പള്ളിപ്പാട്ടായിരിക്കും. കണ്ടോ ഗൈസ്, കണ്ടോ? കൊള്ളാലേ? ക്യാമറ കുറച്ച് ക്ലാരിറ്റി കുറവുണ്ട് ഗൈസ്, ബട്ട് നല്ല രസമല്ലേ വ്യൂ കാണാൻ? എനിക്കിങ്ങനെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നേച്ചർ റിലേറ്റഡ് എല്ലാ കാര്യവും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാനപ്പോൾ ബോട്ടിൻ്റെ മറ്റേ ഫ്രണ്ട് സൈഡ് ഉണ്ടാവുമല്ലോ, ലൈക്ക് ഇങ്ങനെ ഓപ്പൺ ആയിട്ടുള്ള ഏരിയ. അപ്പോൾ അവിടെ നിന്ന് നമ്മളെല്ലാവരും കൂടി ഫോട്ടോസൊക്കെ എടുക്കുകയായിരുന്നു. ക്യാൻഡിഡും പ്ലാൻഡിഡും എല്ലാം അങ്ങനെ എല്ലാം. പിന്നെ ഗ്രൂപ്പ് ഫോട്ടോയും സെൽഫിയും എല്ലാം അങ്ങനെ എടുത്തു. നല്ല രസമുണ്ടായിരുന്നു അവിടെ നിൽക്കാനായിട്ട്. നല്ല കാറ്റൊക്കെ വരുന്നുണ്ടായിരുന്നു, അതുകൊണ്ട് ചൂടൊന്നും അങ്ങനെ ഫീൽ ചെയ്തില്ല. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. അപ്പം ഞാൻ ഇങ്ങനെ ചുമ്മാ അതൊക്കെ എൻജോയ് ചെയ്യായിരുന്നു ഗായ്സ്. നല്ല മഴ ഗായ്സ്, ഇവിടെ നല്ല മഴയുണ്ട്, അടിപൊളിയാണ്, ഒരു രക്ഷയില്ല. കണ്ടോ ഗായ്സ്, നല്ല മഴ എന്ന് പറഞ്ഞാൽ നല്ല മഴയുണ്ട്. വീഡിയോയിൽ അധികം കാണുന്നില്ല ഗായ്സ്. ഇപ്പോൾ ഇവിടെ നല്ല മഴയാണ് ഗൈസ്. ആക്ച്വലി നമ്മൾ കുറേ പേര് സ്പീഡ് ബോട്ടിൽ പോകാമെന്ന് വെച്ചു. കുറച്ച് പേര് പോയി. മഴ പെയ്തതുകൊണ്ട് ഞാനൊന്നും പോയില്ല. ലൈക്ക് വേറെ ഡ്രസ്സൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. നമ്മളിതിനെപ്പറ്റി പ്ലാനൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ വൈകിട്ട് വരെ ഇരിക്കണ്ടേ, സോ ഡ്രസ്സില്ലാത്തത് കൊണ്ട് മഴ ആയതുകൊണ്ടും പോയില്ല. പക്ഷെ നല്ല ആഗ്രഹമുണ്ട്. പക്ഷെ ഒരു കോട്ട് ഉണ്ടായിരുന്നെങ്കിൽ എന്തായാലും പോവായിരുന്നു. മിസ് ചെയ്യുന്നു. എൻ്റെ അമ്മയൊക്കെ പോയിട്ടുണ്ട് ഗൈസ് സ്പീഡ് ബോട്ടിൽ. നനഞ്ഞ് ചീനി വരും കുറച്ച് കഴിയുമ്പോൾ. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഞാൻ വ്യൂ കാണിച്ചു തരാം കേട്ടോ. നല്ല രസമുണ്ട് ഈ ബോട്ടിൻ്റെ ഉള്ളിൽ മഴ ഇങ്ങനെ കാണാൻ. കണ്ടോ ഗൈസ്, നോക്കൂ ഗൈസ്. ഇവിടെ എല്ലാം അടച്ചു, മഴ ആയതുകൊണ്ട്. ബോട്ടിലേക്ക് വെള്ളം കയറുന്നതുകൊണ്ട് എല്ലാം അടച്ചു. അപ്പം മഴ മാത്രമേ ഉള്ളൂ.
മഴ കുറഞ്ഞല്ലേ? കുറഞ്ഞു. കുറഞ്ഞില്ലേ മഴ? കുറച്ച് കുറഞ്ഞു. എല്ലാം അടച്ചു ഗൈസ്. ഈ വ്ളോഗ് അപ്പോൾ ഇത്രേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ അടുത്ത പാട്ട് ഉടൻ തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക കാണാനായിട്ട്. ഓക്കെ ബൈ.